അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് പഠന ക്ലാസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ 108ഉം 111 രണ്ട് വീഡിയോകൾ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്. 107ഉം 110ഉം 107ഉം 110ഉം അറബി ക്ലാസ്സുകളുമായിരുന്നു. ഇപ്പോൾ എടുക്കുന്നത് 115ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ 14 പിന്നെ താഹാ സൂറത്തിൽ നിന്നുള്ള 95 മുതൽ 101 വരെ ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത് 115ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ എടുക്കുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സാണ്. ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് 108ൽ എടുത്തിട്ടുള്ളത് പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കിയത് ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഹീ സ്പീക്സ് ഇംഗ്ലീഷ്, ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ദേ സ്പീക്ക് ഇംഗ്ലീഷ്, യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇങ്ങനെയുള്ള ആ സെൻറ്റൻസുകളൊക്കെ എടുത്തു. അതിൽ സംസാരിക്കുന്നു, സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നു, സംസാരിക്കുന്നില്ലേ, ഇങ്ങനെ 4 തരം സെൻറ്റൻസുകൾ നമ്മളെങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഇപ്പോൾ എടുക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഞാൻ ആദ്യം പറയാം. ആം, ഈസ്, ആർ. ഇതാണ് റിയൽ വെർബിൻ്റോട് കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്, സഹായക്രിയ. അപ്പോൾ സബ്ജക്റ്റ് വെച്ചിട്ട് ആം, ഈസ്, ആർ എന്നുള്ളത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് വെക്കുക. ആം ഉപയോഗിക്കൽ ഐക്ക് മാത്രമാണ്. അപ്പോൾ ഐ ആം റൈറ്റിംഗ്, ഐ ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുകയാവുന്നു. ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാവുന്നു. ആം എന്നുള്ളത് വേറൊന്നിനും ഉപയോഗിക്കില്ല, ഐക്ക് മാത്രമുള്ളത്. ഇനി ഈസും ആറും വെക്കൽ, ഈസ് ഏകവചനത്തിനും ആറ് ബഹുവചനത്തിനും. ഞാൻ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഹീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഹീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാവുന്നു. ഹീ ഈസ് ഡ്രിങ്കിങ് വാട്ടർ, അവൻ വെള്ളം കുടിക്കുകയാവുന്നു. ഹീ ഈസ് ഈറ്റിംഗ് ഫുഡ്, അവൻ ഭക്ഷണം കഴിക്കുകയാവുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ റിയൽ വെർബിൽ ING ചേർത്ത് കൊടുക്കുക, സബ്ജക്റ്റ് വയ്ക്കുക, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ റിയൽ വെർബിൽ ING ചേർത്തിട്ട് പറയാം. അപ്പോൾ ഐ ആം സ്പീക്കിംഗ്, ഹീ ഈസ് സ്പീക്കിംഗ്, ദേ ആർ സ്പീക്കിംഗ്. ദേ എന്നുള്ളതാണ് യു ആർ സ്പീക്കിംഗ്. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് സംസാരിക്കുകയാകുന്നു എന്നാണ്. ഹീ ഈസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കുകയാവുന്നു ഇംഗ്ലീഷ്. ഹീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഷീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, സ്റ്റുഡൻറ് ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി ബഹുവചനം വെച്ചുകൊണ്ടാണെങ്കിൽ ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, യു ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, വി ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കുകയാണ്, അവർ സംസാരിക്കുകയാണ്, ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ മീനിങ് വരിക. ഇത് എഫർമേറ്റീവ് സെൻറ്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഇതിൻ്റെ നെഗറ്റീവ് പറയുന്നത് സംസാരിക്കുകയല്ല എന്നുള്ളതെന്ന് ഐ എം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്.
ഐ ആം നോട്ട് സ്പീക്കിംഗ് ഹിന്ദി. ഞാൻ ഹിന്ദി സംസാരിക്കുകയല്ല. ഐ ആം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല. ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല. ദേ ആർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ ആ ദേ വെച്ചിട്ടും ബഹുവചനമാണെങ്കിൽ ആറും ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഈസ് വെച്ചിട്ടും ഇങ്ങനെയാണ്. പിന്നെ ആം ആണെങ്കിൽ ഐ, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം വെച്ചിട്ടും സെൻറ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് സംസാരിക്കുന്നു എന്നുള്ള അഫർമേറ്റീവ് ആണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് വരെ നോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഐ ആം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല. പിന്നെ ദേ ആർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് ഐ ആം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഐ ആം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല. ദേ ആർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല. യു ആർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഇൻ്ററോഗേറ്റീവാണ്, ചോദ്യം, ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആക്കി മാറ്റുക. അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണോ എന്നാണ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആയിട്ട് വരുമ്പോൾ. അല്ലേ എന്നുള്ളത് അതിൻ്റെ നെഗറ്റീവുമാണ്. ഇത് രണ്ടും ഞാൻ വേർതിരിച്ച് പറയാം. ഈ ഓക്സിലറി വെർബ് ആദ്യം വെക്കണം ക്വസ്റ്റ്യൻ സെൻറ്റൻസിൽ. ഇൻ്ററോഗേറ്റീവിൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആയി തീരാൻ ഓക്സിലറി വെർബ് ആദ്യം വയ്ക്കുക. ആം, ഈസ്, ആർ എന്നുള്ളതെല്ലാം ആദ്യം വയ്ക്കുക. എന്നിട്ട് സബ്ജക്റ്റ് വയ്ക്കുക. പിന്നെ റിയൽ വെർബ് ING ചേർത്ത റിയൽ വെർബ് വെക്കുക. പിന്നെ ഇംഗ്ലീഷ് എന്നുള്ള ഒബ്ജക്റ്റ് വയ്ക്കുക. ആം ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണോ? ഈസ് ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണോ? ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണോ? ഇനി ബഹുവചനാണ്. അതായത് സബ്ജക്റ്റ് ബഹുവചനായിട്ട് വരുമ്പോൾ ദേ എന്നുള്ളത് വെച്ചിട്ട് ആർ ദേ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണോ? ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കുകയാണോ? ഇങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴും പ്ലൂറൽ ആകുമ്പോഴും ഉള്ള വ്യത്യാസങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ആം എന്നുള്ളത് ഐക്ക് മാത്രമാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയാം. ആം ഐ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ആം ഐ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഈസ് ഹി നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ആർ ദേ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഇങ്ങനെ പറയാം. അതല്ലെങ്കിൽ നോട്ട് ഓക്സിലറി വെർബിൻ്റെ കൂടെ വയ്ക്കും. ഈസ്ന്റ് ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഈസ്ന്റ് ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ലേ? ആറിൻ ദേ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ 4 നിരക്കുള്ള സെൻറ്റൻസുകൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഇതനുസരിച്ച് പിന്നെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഈ 4 നിലക്കുള്ള മീനിങ്ങിന് നമ്മൾക്ക് കവർ ചെയ്യാനുള്ള സെൻറ്റൻസുകൾ നമ്മൾക്ക് പറയാൻ കിട്ടും. ഇനി നമ്മൾക്ക് വേണ്ടത് വളരെ അനിവാര്യമായ ഓരോ വെർബിനും 3 ഫോമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അടുത്ത സെൻറ്റൻസുകളും അടുത്ത ടെൻസുകളൊക്കെ പഠിക്കുമ്പോൾ ആ 3 വെർബും ആവശ്യമായി വരും. 3 വെർബ് എന്ന് പറഞ്ഞത് ഇപ്പോൾ റൈറ്റ് എന്നുള്ളതിന് 3 ഫോമുണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ 3 ഫോം. ഇതിന് റൈറ്റിന് ആദ്യത്തെ ഫോമിന് പറയാം ഒന്നുകിൽ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ പ്രസൻറ്റ്. അത് വെർബ് 1 എന്നുള്ളത് എളുപ്പത്തിന് പറയും, വെർബ് 1.
ഇനി അടുത്ത ഫോം വെർബ് ടു ആണ്, അത് പാസ്റ്റ് ടെൻസ് എന്ന് പറയും. മൂന്നാമത്തെ ഫോം വെർബ് 3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഓരോ വെർബിനും 3 ഫോമുണ്ട്. 3 ഫോം: വെർബ് 1, വെർബ് 2, വെർബ് 3. V1, V2, V3. അങ്ങനെയും പറയാം എളുപ്പത്തിന്. V1, V2, V3. V1ലാണ് ഇപ്പോൾ നമ്മൾ ING ചേർത്തിട്ട് പ്രസന്റ് ടെൻസിന്റെ 2 പാർട്ടിലും നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും. രണ്ടിലും വെർബ് 1ലാണ് ING ചേർക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു. അടുത്ത വെർബ് പ്രസന്റ് ടെൻസ് നമ്മൾ വെർബ് 3 ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ്, ഇന്നില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ ഈ വെർബ് 3 വേണ്ടി വരും. അപ്പം ഇന്ന് ഇപ്പോൾ തന്നെ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കുക. ഈ സ്പീക്കിൻ്റെ വെർബ് 3 വെച്ച് പഠിക്കേണ്ടി വരും. വെർബ് 3, വെർബ് 1, വെർബ് 2. സ്പീക്ക്, സ്പോക്കൺ. സ്പീക്ക്, സ്പോക്കൺ. 3 തരം. ഇനി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക. ഡ്രിങ്ക് ഫസ്റ്റ് ഫോമാണ്, വെർബ് 1. V1. V2 drank. വെർബ് 3 V3 drunk. Drink, drank, drunk. ഏതാ 3 എണ്ണം. ഇനി തിന്നുക എന്നുള്ളതിന് ഈറ്റിംഗ് എന്നുള്ള ING ചേർത്തിട്ടാണ് നമ്മൾ ഇത് രണ്ടിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഹി ഈസ് ഈറ്റിംഗ്, ഹി ഈസ് ഡ്രിങ്കിങ്, ദേ ആർ ഡ്രിങ്കിങ് വാട്ടർ, ദേ ആർ ഈറ്റിംഗ് ഫുഡ് എന്നൊക്കെ നമ്മൾ പറയും. അത് ഈറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോമിൽ V1 ING ചേർത്തിട്ടാണ് അത് പറഞ്ഞിരുന്നത്. അടുത്ത പാർട്ട് നമ്മൾ എടുക്കുമ്പോൾ, പ്രസന്റ് ടെൻസിൽ അടുത്ത പാർട്ട് എടുക്കുമ്പോൾ V3 ആവശ്യം വരും. അതിനാണ് ഇപ്പം തന്നെ ഇത് പഠിക്കാമെന്ന് പറഞ്ഞത്. ഇത് എഴുതി വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ വീഡിയോയിൽ നിന്ന് അത് വേർതിരിച്ചെടുക്കുക. നിങ്ങൾ വേർതിരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ 3 പാർട്ടുകൾ ഞാൻ പറയുന്നുണ്ട്. ഡ്രിങ്കിൻ്റെ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് 3 പാർട്ട്. ഇതിൻ്റെ മീനിങ് കുടിക്കുക, കുടിച്ചു. പിന്നുള്ള വെർബ് 3 V3യുടെ മീനിങ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ മീനിങ് പല രീതിയിലും മാറി വരും. അപ്പോൾ അത് ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയതല്ല വെർബ് 3യുടെ മീനിങ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് അതിന് പേര്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെ 3 എണ്ണമാണ്. അതിന് V1, V2, V3 എന്ന് പറയാം എളുപ്പത്തിന്. അപ്പോൾ V1, V2, V3 പറയുന്നതിൽ ഈറ്റിന് ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഡ്രിങ്കിന് ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. പിന്നെ റൈറ്റിന് റൈറ്റ്, റോട്ട്, റിട്ടൺ. പിന്നെ സ്പീക്കിന് സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. അങ്ങനെ 3 പാർട്ടുകൾ. ഓരോ വർബിനും ഇങ്ങനെ 3 പാർട്ട് വരും. ഇനിയിപ്പോൾ ചിലതിന് 2ൽ അവസാനിക്കും. കിൽ, കിൽഡ്, കിൽഡ്. ഈഡ് ചേർത്തിട്ട് പാസ്റ്റൻസ് ആക്കുകയാണെങ്കിൽ അതിന് 2 പാർട്ടേ ഉള്ളൂ. കിൽ, കിൽഡ്, കിൽഡ്. വെർബ് 2 V2, V3 ഒരേ ജാതിയിലാവും. കിൽ, കിൽഡ്, കിൽഡ്. കിൽ എന്ന് പറഞ്ഞാൽ വധിക്കുക എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കില്ല്, ഡ്രിങ്ക്, ഈറ്റ്, പിന്നെ സ്പീക്ക്, റൈറ്റ്, ഇങ്ങനെ 5 വെർബുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 5 എണ്ണത്തിൻ്റെ 3 ഫോമുകൾ V1, V2, V3 ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു 5 വെർബ് വെച്ചിട്ട് ഞാൻ എല്ലാ ക്ലാസ്സിനും എടുക്കുന്നതാവും. ഇപ്പോൾ ഈ 5 വെർബിൽ നമ്മൾ അടുത്ത
പ്രസന്റ് ടെൻസിൻ്റെ മൂന്നാമത്തെ സെക്ഷൻ എടുക്കുമ്പോൾ ഈ വെർബ് 3 ആവശ്യം വരും. V3 അത് അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ നമ്മൾക്ക് 2-4 ദിവസം കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.